സല്യൂട്ട് സന്മനസ്കരെ. അങ്ങനെ 2020 ഡിസംബർ ആയി. 33 വർഷവും 5 മാസവും IPS ഇരുന്ന ശേഷം ഡിസംബർ 31 2020 ഞാൻ വിരമിക്കും. അപ്പോഴേക്കും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ ആകെ വിറപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ജനുവരിയിലായിരുന്നു ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും അതൊക്കെ ഏകദേശം കെട്ടടങ്ങി എന്ന് തോന്നിയത് കൊണ്ടാവും പഞ്ചായത്ത് ഇലക്ഷൻ ഡിസംബർ 8 9 എങ്ങാണ്ട് പ്രഖ്യാപിച്ചു. 16 അതിന്റെ റിസൾട്ട് വന്നു. അതിനുശേഷം ഒരു ഭയങ്കര കോവിഡ് കേസുകൾ കൂടി എന്നൊക്കെ പറഞ്ഞ് പത്രത്തെ കണ്ടു. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. കാരണം ഡിസംബർ മാസം എന്തായാലും ജനങ്ങൾക്ക് കുറെ പേർക്ക് പനിയൊക്കെ വരുന്ന സമയമാണ്. തണുപ്പ് മാസമാകുമ്പോൾ പനി വരും. അപ്പൊ എല്ലാ പനിയും എല്ലാ കോൾഡും ഒക്കെ കോവിഡ് ആക്കിയതാണോ എന്നും അറിയില്ല. എന്തായാലും കോവിഡ് കൂടി എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് വീണ്ടും കുറച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കി. പക്ഷെ അതിനു മുമ്പ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ആളുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ തൊട്ട് മുമ്പ് റിട്ടയർ ചെയ്ത ശ്രീ ഹേമചന്ദ്രൻ, മെയ്യില് ആണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന് പോലീസിന്റെ പരേഡ് കൊടുത്തിരുന്നില്ല സെൻഡ് ഓഫ് ആകുമ്പോൾ. കാരണം അന്ന് കോവിഡ് വളരെ കൂടി നിൽക്കുകയായിരുന്നത് കൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയായിരുന്നല്ലോ. അപ്പൊ നല്ല കോവിഡ് എന്ന് പറഞ്ഞാൽ വലിയ പേടി ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് IPS അസോസിയേഷൻ ഒരു യാത്രയയപ്പ് ചടങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഓർഗനൈസ് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മെമ്മന്റോ ഒക്കെ കൊടുത്ത് അനുമോദിച്ച് വിടുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഡിസംബർ ആയപ്പോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എന്നെയും വിളിക്കുമായിരിക്കും, ഒരു പരേഡ് ഉണ്ടാവും. കാരണം 2017 18 ആണെന്ന് തോന്നുന്നു. അന്നത്തെ DGP കുറെ ഒരു സീനിയർ ഓഫീസേഴ്സിന്റെ കോൺഫറൻസിൽ വെച്ച് പറഞ്ഞു, DGP ലോ ആൻഡ് ഓർഡർ അല്ലാതെ വേറെ പൊസിഷനിൽ ഇരിക്കുന്നവരെ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് പരേഡ് കൊടുക്കണ്ടേ. ചരിത്രപരമായിട്ട് ചെയ്തു വരുന്നത് ഒരു ലോ ആൻഡ് ഓർഡർ DGP റിട്ടയർ ചെയ്യുമ്പോൾ പോലീസിന്റെ ഒരു പരേഡ് ഉണ്ടാവും, സെൻഡ് ഓഫ് ഉണ്ടാവും. അപ്പൊ ആ പരേഡിൽ അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്ത് 3 cheers ഒക്കെ വിളിച്ചിട്ട് ഹീസ് എ ജോളി ഗുഡ് ഫെലോ എന്നൊക്കെയുള്ള പാട്ടൊക്കെ ബാൻഡിലൂടെ വായിച്ച് അങ്ങനെ ഒരു പരേഡ് സെൻഡ് ഓഫ് ഫോർമലായിട്ട് കൊടുക്കുന്ന DGP-മാർക്കായിരുന്നു. പക്ഷെ അത് DGP റാങ്കിലുള്ളവർക്കും കൂടെ കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നപ്പോ അന്ന് ഞാൻ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞതാണ്, അതിന്റെ ആവശ്യമുണ്ടോ സാർ, അങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമുണ്ടോ, ലോ ആൻഡ് ഓർഡർ DGP മാത്രം റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നതല്ലേ അതിന്റെ ഔചിത്യം എന്ന് പറഞ്ഞത് ഓവർ റൂൾ ചെയ്തുകൊണ്ട് അത് തള്ളിക്കൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് DGP ഒരു ഉത്തരവ് ഇറക്കി. റിട്ടയർ ചെയ്ത് പോകുന്ന എല്ലാ DGP-മാർക്കും പോലീസിന്റെ ഫെയർവെൽ പരേഡ് പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടെ ബ്രീഫ് ആയിട്ടുള്ള പരേഡാണ്. DGP ആകുമ്പോൾ കുറച്ചും കൂടെ ബൃഹത്തായ ഒരു പരേഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 3 ഓഫീസേഴ്സിന്റെ പരേഡ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ റിട്ടയർ ചെയ്ത് പോയപ്പോൾ ഇതുപോലെ പരേഡ് കൊടുത്തിട്ട് പോവും. അപ്പൊ നമുക്ക് യൂണിഫോം ഇടാതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള അവസരം വരുമ്പോഴാണ് യൂണിഫോം ധരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ അത് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് പരേഡ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ അഭിമാനം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ റിപ്പബ്ലിക് ദിന പരേഡുകളും സ്വാതന്ത്ര്യ ദിന പരേഡുകളും ഒക്കെ ഞാൻ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അതിന്റെ മാർച്ച് പാസ്റ്റും ബീറ്റും അതിന്റെ ശബ്ദവും യൂണിഫോം ഇട്ടുകൊണ്ട് പോയി അവിടെ ഇരിക്കാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആകെ വിജിലൻസിൽ ഇരുന്ന സമയത്ത് മാത്രമാണ് യൂണിഫോം ഇടാതെ സാരി ഉടുത്ത് പരേഡ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ പരേഡിന് പോകുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് റിട്ടയർഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് പോകുമ്പോഴും ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോയി എല്ലാ പരേഡുകളും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ DGP മാത്രമല്ല, മറ്റ് DGP-മാർ പോകുന്ന പരേഡ് ആണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അഭിമാനത്തിന്റെ പുറത്ത് ഞാനും പ്രതീക്ഷിച്ചു, ഇപ്പൊ കോവിഡ് ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കുകയല്ലേ, ഒരു റിട്ടയർമെന്റ് പരേഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ച് പറയുമായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആരും എന്നെ അറിയിച്ചുമില്ല. എനിക്കൊരു പരേഡ് തരാനായിട്ടൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. അതിന്റെ ഒരു കാരണമായിട്ട് കോവിഡ് എന്ന് അവർ പറയുമായിരിക്കും, പക്ഷെ ആരും എന്നോട് പറഞ്ഞുമില്ല, ചോദിച്ചുമില്ല. IPS അസോസിയേഷന്റെ സെക്രട്ടറി, വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എനിക്ക്, ഹർഷിത. എന്റെ അനിയത്തെ പോലെ സ്നേഹമുള്ള ഒരു ലേഡിയാണ്. അപ്പൊ ഹർഷിത എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ IPS അസോസിയേഷൻ മാഡത്തിന് ഒരു സെൻഡ് ഓഫ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. എങ്ങനെയാണ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ബൃഹത്തായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഒരു ചായ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് വേണ്ട. IPS അസോസിയേഷന്റെ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് ആളുകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി, റിട്ടയർ ചെയ്യുന്ന ഓഫീസേഴ്സും റിട്ടയർഡ് ഓഫീസേഴ്സും സീനിയർ ഓഫീസേഴ്സും ജൂനിയേഴ്സും എല്ലാ IPS ഓഫീസേഴ്സും അവിടെ വന്നു കൂടി ഒരു നല്ല പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരും ഫാമിലിയുമായിട്ട് ചേർന്ന് ആസ്വദിച്ചിട്ട് പോകുന്ന
കസേരയിലൊക്കെ എടുത്ത് പൊക്കി വെളിയിലോട്ടൊക്കെ കൊണ്ടുവയ്ക്കുന്ന രീതിയൊക്കെ ആയിട്ട് അങ്ങനെ അസോസിയേഷന്റെ പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബൃഹത്തായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം എനിക്ക് തരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഒരു ചായ സൽക്കാരം. അപ്പൊ 3-4 പേരെ അവിടെ കാണുകയുള്ളൂ. ബാക്കി എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വരാം. കോവിഡ് പ്രിക്കോഷൻസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ നടത്താൻ നിർവാഹമുള്ളൂ എന്ന് ഹർഷിത പറയുകയും ഞാൻ പറഞ്ഞു അങ്ങനെ വേണോ? അപ്പൊ നല്ല മാഡം ഞങ്ങൾക്ക് ഒരു ഉപഹാരമൊക്കെ തന്ന് വിടണം. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. IPS അസോസിയേഷൻ അവര് പൈസയൊക്കെ പിരിച്ചിട്ട് റിട്ടയറിംഗ് ഓഫീസേഴ്സിന് എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുത്തു വിടും. എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അവർ വാങ്ങിച്ചു കൊടുക്കും. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ കുറെ ക്യൂരിയോസ് ഒക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യൂരിയോ വാങ്ങാനായിട്ട് ഒരു IPS അസോസിയേഷന്റെ ചായ സൽക്കാരത്തിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാൻ പോയിരിക്കുന്നത് എന്തിനാണ്? ഇത് സാധാരണ താഴെയുള്ള ഓഫീസേഴ്സിനാണ് അങ്ങനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഒരു സെന്റ് ഓഫ് കൊടുക്കുന്നത്. DGPയുടെ നേതൃത്വത്തിൽ DYSPമാരോ SP മാരോ നോൺ IPS ആയിട്ടുള്ള ആൾക്കാരോ ഒക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരു ബഹുമാന പുരസ്സരം അവർക്ക് ഒരു ചായയൊക്കെ കൊടുത്തിട്ട് സല്യൂട്ടും ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്ത് വിടും. അപ്പൊ അങ്ങനെ വിടുന്ന ഒരു സാഹചര്യം അതുപോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ ചെയ്യുന്നത് പോലെ എന്നെ വിടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്കത് താല്പര്യമില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ചരിത്രം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേരള പോലീസിൽ കുറിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുമ്പോഴാണ് അത് പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ CMന്റെ ഓഫീസിൽ നിന്നും വിളിയൊന്നും വന്നില്ല. എനിക്കിതുപോലെ ഹേമചന്ദ്രന് ചെയ്തതുപോലെയുള്ള ഉപഹാരം തന്ന് നല്ല വാക്ക് പറഞ്ഞു വിടണം എന്നുള്ള അതും അവർ പറഞ്ഞില്ല. അപ്പൊ ഒരു രീതിയിലും ഒരു അംഗീകാരം കിട്ടുന്നില്ല. വെറുതെ ഒരു പേരിന് IPS അസോസിയേഷൻ മാത്രം, അസോസിയേഷന്റെ 3-4 ആൾക്കാർ ചേർന്ന് എല്ലാവരും ഒന്നും വരില്ല. ഓൺലൈൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എത്ര ഒരു സൂം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഒന്നിരുന്നിട്ടൊക്കെ അങ്ങ് പോകും. അല്ലാതെ നമുക്ക് പ്രസംഗിക്കാനും നമുക്ക് പറയാനുള്ളത് പറയാനും ഒന്നിനും ഒരു അവസരം കിട്ടില്ല. അതൊരു മൊണോപ്പൊളി പോലെയാണ്. DGPക്ക് പറയാനുള്ളത് പറയും, നമ്മളെ കുറിച്ച് ചിലര് നല്ല വാക്കുകൾ പറയും, ചിലര് ഓൺലൈൻ ആയിട്ട് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അവര് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് എന്റെ ഈഗോ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതിനുവേണ്ടി എന്തിനാണ് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ചായ സൽക്കാരത്തിന് പോകുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൂടെ വന്നപ്പോൾ ഞാനത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാനത് വീട്ടിൽ വന്ന് പറഞ്ഞു. ഹസ്ബൻഡും മോനും എന്നോട് അനുകൂലിച്ചു. ശരിയാണ്, ഇങ്ങനെ ഒരു സാഹചര്യത്തില് കോവിഡ് നിൽക്കുന്നു, പരേഡ് തരുന്നില്ല, വേറൊരു രീതിയിലും ഒരു പാർട്ടിയോ അങ്ങനെ ഒരു ഗെറ്റ് ടുഗദറോ ഇല്ല, ഒരു ചായ മാത്രം എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുമ്പോൾ പോവേണ്ട കാര്യമില്ല എന്ന് അവരും അനുകൂലിച്ചത് കൊണ്ട് ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ക്രിറ്റിസിസം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടായി. പലരും പറയുന്നത് ഞാൻ അറിഞ്ഞു, അവർക്ക് DGP ലോ ആൻഡ് ഓർഡർ സ്ഥാനം കൊടുക്കാത്തതിന്റെ വിഷമമാണ്, അവർ ഡിജക്ഷൻ ആണ്, ഡിപ്രഷൻ ആണ്, ഇവര് എന്തോ പ്രോബ്ലം ഉണ്ട്, ഇവർക്ക് എന്തോ ഒരു കോംപ്ലക്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കേട്ടു. അത് സ്വാഭാവികമായിട്ട് പറയും. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഞാനൊക്കെ വളരെ ജൂനിയർ ഓഫീസർ ആയിരുന്നപ്പോ ജോസഫ് തോമസ് സാറ് വിജിലൻസ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒതുക്കിയിട്ട ഒരു പോസ്റ്റോ മറ്റോ ആയിട്ട് അദ്ദേഹത്തിനും DGP ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രോബ്ലംസ് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു എൻക്വയറി വരികയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതുപോലെ സെൻഡ് ഓഫ് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സെൻഡ് ഓഫ് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്നെ പറഞ്ഞു വിട്ടു DGP. ശ്രീലേഖ പോയി പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം സമ്മതിക്കും, അദ്ദേഹത്തിന് എന്താ വേണ്ട എന്ന് പറഞ്ഞത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 1-2 വേറെ ഓഫീസേഴ്സും കൂടെ പോയി ജോസഫ് തോമസ് സാറിനോട് ചോദിച്ചു, സാർ എന്താ വേണ്ട എന്ന് പറഞ്ഞത്? ബാക്കി എല്ലാ ഓഫീസേഴ്സിനും സന്തോഷമല്ലേ, ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ അല്ലേ, ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടത്തുന്നതല്ലേ, സാറ് വന്ന് എല്ലാ ഫാമിലീസും ഒക്കെ ആയിട്ട് പങ്കെടുത്തിട്ട് നല്ല രസത്തിൽ അങ്ങ് പോവാല്ലോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടടോ അങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. എനിക്ക് വേണ്ട, അങ്ങനെ ഒരു സെൻഡ് ഓഫ് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വന്ന DGPയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ അവിടെ ഇരുന്ന ഓഫീസേഴ്സും DGP വരെ പറഞ്ഞു അത് കോംപ്ലക്സ് ആണ്, അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഓഫീസറാണ്, അദ്ദേഹം ഇൻട്രോവേർട്ട് ആണ് എന്നൊക്കെയുള്ള കുറെ ക്രിറ്റിസിസം ഞാൻ അന്ന് കേട്ടതാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ശരിയായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ സന്തോഷം വേണ്ട എന്ന് പോലും പറയാൻ അദ്ദേഹം എനിക്ക് വേണ്ട ഞങ്ങളൊക്കെ സെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാത്തിരിക്കും. കാരണം IPS അസോസിയേഷന് ഗെറ്റ് ടുഗദറിന് പറ്റിയ ഒരു അവസരം എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഗെറ്റ് ടുഗദർ ഒന്നും നടത്താറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഓഫീസേഴ്സ് ഒക്കെ റിട്ടയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒത്തുകൂടി ഫാമിലിയുമായിട്ട് സന്തോഷിക്കുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കും അത് ഫീൽ ചെയ്തു. ആ സമയത്ത് എല്ലാം മാറി മാറി വരുമല്ലോ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറുമല്ലോ. അപ്പൊ അതുപോലെ അല്ല എന്റെ കാര്യത്തില്. എനിക്ക് ഒരു രീതിയിലും ഉള്ള ബാക്കി സീനിയർ ഓഫീസേഴ്സും പോയപ്പോഴും ബാക്കി DGP അല്ലാത്ത DGP റാങ്കിലുള്ള ഓഫീസേഴ്സ് പോയപ്പോഴും ഒക്കെ റിട്ടയർ ചെയ്ത് പോയപ്പോഴും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള പരിഗണന ഇവൾ അർഹിക്കുന്നില്ല എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിൽ അങ്ങനെയാണ് സർക്കാരും
ഡിപ്പാർട്ട്മെന്റും പറയുന്നത് എന്നൊരു തോന്നൽ ഉണ്ടായത് കൊണ്ടായിരുന്നു ഞാനത് വേണ്ട എന്ന് പറഞ്ഞത്. പരേഡ് തന്നു വിടുക എന്ന് പറയും നമുക്ക് തന്നെ ഒരു ചാരിതാർത്ഥ്യമാണല്ലോ, ഒരു ആത്മനിർവൃതിയാണല്ലോ. അത് വേണ്ട, പരേഡ് തരുന്നില്ല, വേണമെങ്കിൽ ഒരു ചായക്ക് വന്നിട്ട് പോ എന്ന് പറയുന്ന രീതിയിൽ അനുകൂലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ഇല്ലാതെ ഞാനൊരു ചെറിയ ഒരു വീഡിയോ ചെയ്തു. എനിക്ക് ആരോട് പരിഭവമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല, സന്തോഷമായിട്ടാണ് ഞാൻ വിരമിക്കുന്നത്. ഈ 33.5 വർഷത്തെ സർവീസിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചാരിതാർത്ഥ്യം ഉണ്ടായിട്ടുണ്ട്, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു കാര്യമായിരുന്നു IPS ജോലിയിൽ ഇത്രയും നാൾ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് ഈ കോവിഡ് നിൽക്കുന്നത് കൊണ്ടും ഇതുപോലെ ഗെറ്റ് ടുഗദർ ഒക്കെ അലോ ചെയ്യാത്തത് കൊണ്ടും മാത്രമാണ്. അല്ലാതെ നിങ്ങളോടൊക്കെ എനിക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് IPS അസോസിയേഷന്റെ ഗ്രൂപ്പിലും ഫ്രറ്റേണിറ്റിയിലും ഒക്കെ ഞാൻ ഇട്ടു. പറ്റുമെങ്കിൽ ഞാൻ അതിന്റെ ഒരു കോപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എനിക്ക് പകരം അവിടെ ചാർജ് എടുക്കാൻ വന്ന സന്ധ്യയായിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പൊരു സംഭവം ഉണ്ടായത്, ഞാൻ ചായ സൽക്കാരത്തിന് പോണില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞത് കൊണ്ട് അന്നത്തെ ദിവസം, ഞാൻ വിരമിക്കുന്ന ദിവസം, DGP ഓഫീസിലേക്ക് ഒരു ബൊക്കെയുമായിട്ട് വന്നു. പാവം, എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട്. ലോക്നാഥ് ബെഹ്റ സാറും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ചില ഓഫീസേഴ്സും എനിക്ക് തരാനായി ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അവിടുന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് എന്നെ കണ്ട് എന്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഞാൻ അവർക്ക് ചായ കൊടുത്ത് എനിക്ക് ബൊക്കെ തന്ന് നല്ല വാക്കുകൾ പറഞ്ഞ, ഒരു പ്രസംഗമൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വന്ന് കണ്ട് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് വിട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ വണ്ടിയും എന്റെ കൂടെ നിന്ന പോലീസുകാരെയും ഡ്രൈവറിനെയും ഒക്കെ പിറ്റേ ദിവസം രാവിലെ എല്ലാവർക്കും ഞാനൊരു മുണ്ടും ഷർട്ടും വാങ്ങിച്ച് എന്റെ ഒരു ഉപഹാരമായിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഭക്ഷണം തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും ഒക്കെ എന്റെ കൂടെ എന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇട്ട സദ്യ ഉണ്ടിട്ടുള്ളവരാണ് അവര്. മോന്റെ ബർത്ത്ഡേ പണ്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്കും ഒക്കെ പായസം വെക്കുമ്പോഴും ഒക്കെ ഇവർക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവർ പറഞ്ഞു, അല്ല ഇങ്ങനെ മാഡം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫോർമൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ വേണം എന്നില്ല, മാഡം അറേഞ്ച് ചെയ്യട്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവരെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിട്ടു. അതായത് ജനുവരി 1-ാം തീയതി തൊട്ട് എനിക്ക് സർക്കാരിന്റെ യാതൊരുവിധ പരിഗണനയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് വണ്ടി വേണ്ട, പോലീസ് വേണ്ട, ഡ്രൈവർ വേണ്ട, നിങ്ങളെയൊക്കെ പോലെ എല്ലാവരെയും പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് തൊട്ട് മാറുകയാണ് എന്ന് പറഞ്ഞു. പലരും ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മാഡം വേറൊരു അസൈൻമെന്റ് എടുക്കാത്തത് എന്ന്. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കയറി പറ്റുക എന്നുള്ളത്, സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിലോ ഒക്കെ കയറി പറ്റുക. ഞാൻ MBA ചെയ്തിട്ടുള്ളത് കൊണ്ട് MD ആയിട്ട് എവിടെയെങ്കിലും കയറാം, CEO ആയിട്ട് എവിടെയെങ്കിലും കയറാം, അല്ലെങ്കിൽ ഇത്രയും 33.5 വർഷത്തെ സേവനം ഉള്ളത് കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ. അപ്പൊ അന്ന് ഒഴിവിൽ വന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ പോസ്റ്റാണ്. അത് ഇൻഫർമേഷൻ കമ്മീഷണർ പോസ്റ്റ് സിബി മാത്യു സാറിനെ പോസ്റ്റ് ചെയ്തപ്പോ തൊട്ട് വിൻസെന്റ് പോൾ സാറ് റിട്ടയർ ചെയ്യുന്നത് വരെ IPS ഓഫീസേഴ്സ്, റിട്ടയർ ചെയ്ത IPS ഓഫീസേഴ്സിന്റെ ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ പൊക്കോട്ടിരുന്നാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പോസ്റ്റ്. അപ്പൊ അത് വിൻസെന്റ് പോൾ സാർ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പോയി കണ്ടു, അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വിൻസെന്റ് പോൾ സാർ സജസ്റ്റ് ചെയ്തതാണോ അതോ ആരും എന്നോട് സജസ്റ്റ് ചെയ്തതാണോ, CM ഒന്ന് പോയി കണ്ട് പറഞ്ഞൂടെ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ശ്രീലേക്ക് ചാൻസ് ഇല്ലേ എന്ന് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു പുറകോട്ട് വലിക്കുന്നത് പോലെ. കാരണം ഞാൻ ആകെ ആഗ്രഹിച്ചിരിക്കുന്ന DGP ലോ ആൻഡ് ഓർഡർ ആവണമെന്നാണ്. അത് ഞാൻ പോയി പറഞ്ഞു. ഇനിയും പോയി വീണ്ടും വേറൊരു പോസ്റ്റ് എന്ന് വെച്ച് പറയണോന്ന് വിചാരിച്ച് ഞാൻ അത് പോയില്ല. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, CM പോയി കണ്ടിട്ട് ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടോ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാനോ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞുമില്ല. എനിക്ക് താല്പര്യവും ഇല്ല. കാരണം എനിക്ക് മതിയായി. ഈ 33.5 വർഷം സേവനം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ചാരിതാർത്ഥ്യമായിട്ട് മനസ്സിൽ കിടക്കുന്നത്. അത് മാറാനായിട്ട് ഇനിയിപ്പോ അവസാനം റിട്ടയർമെന്റിന് ശേഷം 60 വയസ്സിന് ശേഷം പിന്നെയും പോയി എവിടെയെങ്കിലും ഇരുന്ന് അതിന്റെ ആ ഒരു തൃപ്തിക്കുറവില്ലാതാവുമോ, അർഹതയില്ലാതെ കിട്ടുന്നതാണോ? ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പദവി എന്ന് പറയുന്നത്, കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയെടുത്താണ് ഈ IPS എന്ന് പറയുന്നത്. ആ IPS കിട്ടി. ഇത്രയും നാള് ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സാക്ഷനോട് കൂടി, എല്ലാവരുടെയും പ്രസിഡന്റിന്റെ സാക്ഷനോട് കൂടി ജോലി ചെയ്തു. റിട്ടയർമെന്റ് ചെയ്ത ശേഷം പിന്നെ വീണ്ടും പോയി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ജോലിക്കാരിയായിട്ട് വീണ്ടും പോയി ജോലി ചെയ്യേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നത് കൊണ്ട് വേണ്ട എന്ന് കരുതി ഞാനത് പറഞ്ഞില്ല. ഞാൻ ഡിസംബറിൽ റിട്ടയർ ചെയ്തു. ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്ത ഫെബ്രുവരിയിൽ റിട്ടയർ ചെയ്തപ്പോ അദ്ദേഹത്തിന് വേണ്ടി നോക്കി വെച്ചിരുന്ന, കാത്തു വെച്ചിരുന്ന പോസ്റ്റാണ്. അതുവരെ അതിങ്ങനെ ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആക്കി. അതിന് ഓരോരുത്തരെയും ഓരോ പോസ്റ്റുകളിലേക്ക് വീണ്ടും പുനർനിയമനം നൽകുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ
പലരും എന്നോട് ചോദിക്കും ഇതുപോലെ IPS ആവാനും IAS ആവാനും സിവിൽ സർവീസ് എഴുതാനും ഒക്കെ കൊതിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല എങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് മാഡം വീഡിയോ ചെയ്യുമ്പോന്ന്. ഞാൻ കുറ്റം പറയുകയല്ല, വളരെ നല്ല സർവീസാണ് ഇത്. IPS എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് ജനസേവനം നടത്താൻ പറ്റുന്ന വേറെ സർവീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. IAS എന്ന് പറയുന്നത് വെറും ഒരു ക്ലറിക്കൽ സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷൻ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? സർക്കാർ പറയുന്ന കാര്യങ്ങളുടെ അനുവർത്തിയായിട്ട് ഇരുന്നുകൊണ്ട് ഓർഡറുകൾ ഒപ്പിട്ട് എഴുതി അയക്കുക എന്നുള്ളതല്ലാതെ കളക്ടറായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും സാമൂഹ്യപരമായിട്ട് സേവനം ചെയ്യാൻ പറ്റുന്നത്. അത് 4 വർഷം പരമാവധി. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ വർഷവും അവര് സർവീസ് മൊത്തം സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് പ്യൂണിന്റെയും ക്ലാർക്കിന്റെയും പണി ചെയ്ത് സർക്കാർ പറയുന്ന എന്താണോ മന്ത്രിമാർ പറയുന്ന എന്താണോ അതിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ജനസേവനം അതിനകത്തുനിന്ന് ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവം ചിലർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ IPS എന്ന് പറയുന്ന യൂണിഫോം ഇട്ടുകൊണ്ടും അല്ലാതെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിന് ഭയങ്കര അൺലിമിറ്റഡ് ആണ്. അത് ഒരു പരിധിയില്ലാത്ത ഒരു സേവനമാണ്. ഇപ്പൊ വേണമെന്ന് വെച്ചാൽ നല്ല സേവനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് IPS. ഇതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാട് റെക്കമെൻഡേഷൻസും സമ്മർദ്ദങ്ങളും ചലഞ്ചുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് ഏത് ജോലിയിലാണ് ഇല്ലാത്തത്? അപ്പൊ ഒരു നല്ല ജോലി തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികൾ ഇതിലേക്ക് വരണം. ഭാവി തലമുറ എന്തായാലും യുവാക്കള് വളരെ ആദർശധീരരായിട്ടുള്ള യുവാക്കൾ തീർച്ചയായിട്ടും വരണം. പക്ഷേ ഇതുപോലെയുള്ള ചലഞ്ചസുകൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി വരണം. അതെങ്ങനെ നേരിടണം എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. എന്നെ പോലെ ഒരുപാട് മുറിവുകളും ചതവുകളും ഏൽക്കാതെ അതിൽ നിന്ന് എങ്ങനെ ഊരി രക്ഷപ്പെടാം സമർത്ഥമായിട്ട് എന്നുള്ളത് അറിയണം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതുപോലെ പറയാം, നിങ്ങളോട് വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം ആ സമയം തൊട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. മലയാളത്തിൽ ഒരു നല്ലൊരു വാക്കുണ്ട്, അതിന് അടുത്തൂൺ പറ്റുക എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ പെൻഷൻ എന്ന് പറയുമ്പോൾ അതിന് അടുത്തൂൺ പറ്റുക എന്ന് പറയുമ്പോൾ തൂണിന്റെ അടിയിൽ നമ്മളിങ്ങനെ കയറി മോളിൽ പോയിട്ട് ഇങ്ങനെ നിരങ്ങി വന്ന് തൂണിന്റെ അടിയിൽ പറ്റിയോ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് എന്റെ മനസ്സിൽ കൂടെ അടുത്തൂൺ പറ്റുക എന്ന് പറയുമ്പോൾ പോകുന്നത്. പക്ഷെ അതിന്റെ എങ്ങനെ വന്നു എന്നുള്ളത്, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത്, അതെങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അടുത്തൂൺ പറ്റി പിരിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൊള്ളൂല, സേവനം ചെയ്യാനായിട്ട് പറ്റൂല, അതുകൊണ്ട് പോകുന്ന പറഞ്ഞു വിടുന്നത് പോലെയാണ്. എന്തായാലും അടുത്തൂൺ പറ്റുന്നു എന്നുള്ള ഒരു അറിയിപ്പ് AG's ഓഫീസിൽ നിന്ന് വരും ഒരു 8 മാസം മുമ്പ്. അപ്പോഴേക്കും നമ്മൾ ഫയൽ എല്ലാം ഒപ്പിട്ട് പെൻഷൻ പേപ്പേഴ്സ് ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മൾ പ്രിപ്പയർഡ് ആണ്. ഈ സമയം പെൻഷൻ ആവും. ജനിക്കുമ്പോ മരിക്കും എന്നറിയാവുന്നത് പോലെ നമ്മള് ജോലിക്ക് കയറുമ്പോൾ നമുക്കറിയാം ഇന്ന സമയം ഇത്ര ഡേറ്റിൽ നമ്മൾ വിരമിക്കും എന്നുള്ളത്. വളരെ ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു റീ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. ചില ആൾക്കാർ 70-75 വയസ്സായിട്ടും ഒക്കെ റിട്ടയർ ചെയ്തിട്ടും അത്രയും 80 വയസ്സ് അടുപ്പിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് ബഹുമാനമുള്ളവരാണ് പലരും. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൗകര്യം വളരെയധികം ആസ്വദിച്ച് കഴിയുമ്പോൾ IPSഉം IASഉം സിവിൽ സർവീസും ഒക്കെ ആകുമ്പോൾ വളരെയധികം സൗകര്യങ്ങൾ, പേർക്സ് ഉണ്ടല്ലോ. നമ്മുടെ ഫ്രീ കാർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, ഫോണുണ്ട്, നല്ല ശമ്പളം കിട്ടും. പെൻഷന് ഉപരിയായിട്ട് നമുക്ക് നല്ല ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ എത്ര പൈസ വാങ്ങിച്ചുകൊണ്ടാണോ റിട്ടയർ ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ പൈസ പെൻഷന് ശേഷം നിയമനം എവിടെയെങ്കിലും കിട്ടുമ്പോൾ കിട്ടും. അപ്പൊ അത് ജനങ്ങളുടെ കാശാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് എനിക്കറിയില്ല. പുതിയ ഓരോ ഉണ്ടാക്കി എടുക്കുമ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ്, അല്ലാതെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ നിയന്ത്രണങ്ങൾക്കാണ് കുറച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നു, കൂടുതൽ റിട്ടേപ്പിസം വരുന്നു. അതിൽ നമ്മളും കൂടെ പോലും ജനങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാനിതിലൊന്നും വേണ്ട. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് എഴുതണം, ഒരുപാട് വായിച്ചു തീർക്കാനുണ്ട്, എനിക്ക് റിലാക്സ് ചെയ്ത് സിനിമകൾ കുറെ കാണണം, എന്റെ അനുഭവങ്ങൾ നിങ്ങളോട് വീഡിയോയിലൂടെ സംസാരിച്ച് പറയണം. എന്റെ ആത്മകഥ എഴുതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എഴുതാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് എഴുതിയാലോ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ ഇതിനകത്ത്. നമുക്ക് തുറന്ന് എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറെ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, കുറെ പേരുകൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരോടുള്ള എന്റെ ബഹുമാനം കൊണ്ടും എന്റെ ഇഷ്ട കൂടുതൽ കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാണ് അത് ചെയ്യാത്തത്. കാരണം അത് ദോഷമല്ലാതെ ഗുണം ചെയ്യില്ല പലർക്കും. അപ്പൊ അത് അറിഞ്ഞിട്ടും കാര്യമില്ല, അത് പുറത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുതിയ അറിവ് കിട്ടിയെന്നറിഞ്ഞതിൽ സന്തോഷം. എനിക്ക് വലിയ സമാധാനം കിട്ടി, നിങ്ങളുമായിട്ട് ഇതൊക്കെ പങ്കുവയ്ക്കാൻ പറ്റി എന്നതിന്റെ സന്തോഷം. ഞാൻ ഇനിയും തുടർന്ന് ഈ പരിപാടി ചെയ്യും. എന്റെ പോലീസ് അനുഭവങ്ങൾ ഇതോടുകൂടി പര്യവസാനിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്റെ അറിവുകൾ, പിന്നെ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാ ആഴ്ചയിലും പറ്റുമോന്ന് അറിയില്ല, നോക്കട്ടെ. ഇത്രയും നാൾ 3.5 വർഷത്തോളം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും പിന്തുണയും, ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടതും നല്ല കമന്റുകൾക്കും എല്ലാത്തിനും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെ അറിയിക്കാനുണ്ട്.
ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും. സസ്നേഹം, ശ്രീലേഖ.